ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു കോട്ടിൻ്റെ പോക്കറ്റ് എങ്ങനെ തയ്ക്കാമെന്നാണ്. അത് പുറത്തൊട്ടും കാണാത്ത വിധത്തിൽ ഇൻസീമായിട്ട് തയ്ക്കുന്ന പോക്കറ്റാണ് ഞാനിവിടെ തയ്ച്ചിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയാണ്. ഇത്ര പാടുള്ള ഇതൊന്നുമല്ല പോക്കറ്റ് തയ്ക്കുന്നത്. അതേപോലെ തന്നെ ഉൾവശത്തും ഒരു സ്റ്റിച്ച് പോലും പുറത്ത് കാണാത്ത രീതിയിലാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ട തുണി നോക്കാം. പോക്കറ്റിന് വേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 10 ഇഞ്ച് നീളത്തിലും 7 ഇഞ്ച് വീതിയിലുള്ള ഒരു കഷ്ണമാണ്. 10 ഇഞ്ച് നീളവും 7 ഇഞ്ച് വീതിയും ഒരു കഷ്ണം, 7 ഇഞ്ച് നീളവും 7 ഇഞ്ച് വീതിയുമുള്ള ഒരു സ്ക്വയർ കഷ്ണം, 2 ഇഞ്ച് നീളവും 7 ഇഞ്ച് വീതിയുമുള്ള ഒരു കഷ്ണം. ഇങ്ങനെ 3 പീസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്ക്കുന്നതെന്ന് നോക്കാം. കൂടാതെ ആദ്യമായിട്ട് എൻ്റെ ചാനലിൽ കയറുന്നെങ്കിൽ എൻ്റെ ചാനലിൽ കയറി നോക്കുക, മറ്റ് വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. കൂടാതെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലത്തെ ഒരു പീസ് ഏത് വശത്താണ് നമ്മൾ പോക്കറ്റ് തയ്ക്കുന്നതെന്ന് വെച്ചാൽ ആ പീസ് എടുക്കുക. ചില കോട്ടിനൊക്കെ 2 ഭാഗത്തും ഉണ്ടാവും. അപ്പോൾ ഇതിന് 2 ഭാഗത്തുണ്ട്. ഞാനിപ്പോൾ അത് വലത്തെ സൈഡിലാണ്, ഇടത്തെ സൈഡിലെ ഭാഗമാണ് എടുത്തിരിക്കുന്നത്. അതെവിടെയാണ് നമുക്ക് പോക്കറ്റിന് ലെങ്ത് അടയാളപ്പെടുത്തുന്നതെന്ന് നോക്കാം. ഷോൾഡറിൽ നിന്ന് ലെങ്ത്ത് എടുക്കുക. ഷോൾഡറിൽ നിന്ന് ലെങ്ത്ത് താഴേക്ക് നല്ല പൊക്കമുള്ള ഒരാൾക്ക് 22 ഇഞ്ച് വരെ ലെങ്ത്ത് എടുക്കാം. നമ്മൾ പൊക്കം കുറയുന്ന അനുസരിച്ച് 18 മുതൽ 22 വരെ നമുക്ക് പോക്കറ്റിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് താഴേക്ക് ലെങ്ത്ത് എടുക്കാം. അപ്പോൾ പൊക്കം കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ നമുക്ക് 18 ഇഞ്ച് ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ മതി. പൊക്കം കൂടുന്നതനുസരിച്ച് നമ്മൾ കൂട്ടിപ്പോകാം. ഒരു സാധാരണ ഒരുവിധം പൊക്കമുള്ള ഒരാൾക്ക് 22 ഇഞ്ച് മതിയാവും. ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് താഴേക്ക് 22 ഇഞ്ച് മതിയാവും. കൂടി വന്ന് 23, അതിൽ കൂടുതൽ പോകേണ്ടി വരില്ല. അപ്പോൾ നമ്മൾ 22 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്താണ്. ഇപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് 22 ഇഞ്ച് അടയാളപ്പെടുത്തി. പിന്നെ അതിനുശേഷം സെൻറ്റർ ഭാഗത്ത് നിന്ന്, അപ്പോൾ ഞാനിവിടെ നമ്മൾ കോട്ട് തയ്ക്കുമ്പോൾ ഉള്ളിലേക്ക് തുണി മടക്കി ഇട്ടിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അത് ബട്ടൺ തയ്ക്കാനും കൂടിയാണ്. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് നമ്മൾ 2.5 ഇഞ്ച് ഉള്ളിലേക്ക് അടയാളപ്പെടുത്തുക. 22 ഇഞ്ച് താഴ്ച അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് 2.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിനുശേഷം ഈ 2.5 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്ന് സൈഡിലേക്ക് 5 ഇഞ്ച് അടയാളപ്പെടുത്തുക. നേരെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ താഴെയുള്ള തുണി, നമ്മൾ മടക്കിയിട്ടിരിക്കുന്ന തുണിയുണ്ടല്ലോ, ഉള്ളിലേക്ക് മടക്കി അടിച്ചിരിക്കുന്ന ആ തുണി ഒന്ന് സൈഡിലേക്ക് കയറ്റി ഒന്ന് പിൻ ചെയ്ത് കൊടുക്കണം. കാരണം അത് ഈ ഭാഗം നമ്മളുടെ സ്റ്റിച്ചിങ്ങിൽ വരാൻ പാടില്ല. നമ്മളങ്ങനെ വെച്ച് ചെയ്തെന്ന് വെച്ചാൽ കുഴപ്പമില്ല, പക്ഷെ അത് വരാതിരിക്കുന്നതാണ് നല്ലത്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ ഏറ്റവും ചെറിയ കഷ്ണം എടുക്കുക. 2 ഇഞ്ച് നീളത്തിലും 7 ഇഞ്ച് വീതിയിലും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കഷ്ണം എടുത്ത ശേഷം അതൊന്ന് മടക്കുക. മടക്കിയതിന് ശേഷം അതിൻ്റെ ഓപ്പണായ ഭാഗത്ത് 1/4 ഇഞ്ച് നീക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. നമുക്കിവിടെ പട്ടയ്ക്ക് വേണ്ടത് 1/2 ഇഞ്ചാണ്. അപ്പോൾ 1/2 ഇഞ്ച് കണക്കാക്കി ഫോൾഡായ ഭാഗത്ത് നിന്ന് 1/2 ഇഞ്ച് നീക്കി അടയാളപ്പെടുത്തുക. ഈ പട്ടയാണ് നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നത്. ഇത് മാത്രമേ നമ്മൾ ഫ്രണ്ടിൽ പോക്കറ്റിൽ കാണുന്നുള്ളൂ. അപ്പോൾ അത് കറക്റ്റ് 1/2 ഇഞ്ച് തന്നെയായിരിക്കണം അതിൻ്റെ വീതി. അപ്പോൾ അത് കറക്റ്റ് അളവ് നീളത്തിൽ തന്നെ അടയാളപ്പെടുത്തുക. അതിനുശേഷം നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആ 1/2 ഇഞ്ചിൻ്റെ അളവിൽ തന്നെ നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ എക്സ്ട്രാ ഒരു 1/4 ഇഞ്ച് നീക്കി നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തല്ലോ, അതിൻ്റെ ഇപ്പുറത്തുനിന്ന് തൊട്ടിപ്പുറത്തുനിന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കൂടുതൽ തുണി കിടന്ന് നമുക്ക് തയ്ക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. ഇനി നമുക്ക് 7 ഇഞ്ച് വീതിയിലും 7 ഇഞ്ച് നീളത്തിലും വെട്ടിവെച്ചിരിക്കുന്ന പീസ് എടുത്തിട്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു വശത്ത് ഈ ചെറിയ പീസ് വെച്ച് പിടിപ്പിക്കുക. അതിൻ്റെ ഫോൾഡായ ഭാഗമല്ല, ഓപ്പണായ ഭാഗം വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ 1/4 ഇഞ്ച് നീക്കി, നമ്മൾ നേരത്തെ 1/2 ഇഞ്ച് നീക്കി അടയാളപ്പെടുത്തി സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് കൂടി തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ ടോപ്പിൻ്റെ പീസ് എടുക്കുക. നേരത്തെ വരച്ച് വെച്ചിരിക്കുന്ന ഭാഗത്ത് കറക്റ്റായിട്ട് സെൻറ്റർ നോക്കി തന്നെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക.
അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതൽ 5 ഇഞ്ചാണ് നമുക്ക് ഓപ്പൺ വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ തുണി 7 ഇഞ്ച് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് കറക്റ്റ് സെൻറ്ററായിട്ട് വരത്തക്ക വേണം നമ്മൾ പിൻ ചെയ്ത് കൊടുക്കാൻ. രണ്ട് വശത്തും ഒരേപോലെ തന്നെ എക്സ്ട്രാ തുണി വേണം. കറക്റ്റായിട്ട് പിൻ ചെയ്ത ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആ 4 ഇഞ്ച് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത ആ ഭാഗത്ത് കൂടി തന്നെ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ 5 ഇഞ്ച് കറക്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ വെട്ടിവെച്ചിരിക്കുന്ന 10 ഇഞ്ച് നീളത്തിലും 7 ഇഞ്ച് വീതിയിലും വെട്ടിവെച്ചിരിക്കുന്ന പീസ് എടുത്ത് കറക്റ്റ് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ താഴേക്കാണ് ആദ്യം 7 ഇഞ്ച് സ്ക്വയർ പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തത്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒന്ന് കറക്റ്റായിട്ട് തന്നെ ക്ലോസ് ആയിട്ട് വെച്ച് തന്നെ പിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം താഴെയുള്ള പീസ് സ്റ്റിച്ച് ചെയ്തത് 4 ഇഞ്ചാണല്ലോ, ആ ഭാഗത്തു നിന്ന് തന്നെ മുകളിലേക്ക് ഇപ്പോൾ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ പീസിലേക്ക് 1/2 ഇഞ്ച് കറക്റ്റായിട്ട് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇടയ്ക്കുന്ന 1 ഇഞ്ചിൻ്റെ ഭാഗത്തു നിന്നാണ് അടയാളപ്പെടുത്തുന്നത് 1/2 ഇഞ്ച് കേട്ടോ. കാരണം ഇത് മുകളിൽ നിന്ന് അടയാളപ്പെടുത്തുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഞാൻ ഈ 1 ഇഞ്ച് എടുത്തിട്ട് താഴേക്ക് ഒരു 1/2 ഇഞ്ച് നോക്കി അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് 5 ഇഞ്ച് തന്നെ ആയിരിക്കണം. അപ്പോൾ താഴെ നമ്മൾ എവിടെ നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയത് അതിൻ്റെ ആ ഒരു ലെവലിൽ തന്നെ കറക്റ്റായിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക. രണ്ട് ഭാഗവും കറക്റ്റ് ആ ഒരു ലെവലിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അങ്ങനെ കിട്ടിയാലേ കറക്റ്റ് ഉള്ളിലേക്ക് മടങ്ങി നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും സ്റ്റിച്ച് നമ്മൾ കെട്ടിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണം. അതേപോലെ തീരുമ്പോഴും കെട്ടിട്ട് അവസാനിക്കണം. എൻ്റെ മെഷീത്തിൻ്റെ ലൈറ്റിന് കംപ്ലൈൻ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഭയങ്കര ഇപ്പോൾ ഞാൻ പുതിയതായിട്ട് പിടിപ്പിച്ചതാണത്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ലൈറ്റാണത്. അതുകൊണ്ടാണ് ഒന്നും ആ ഭാഗത്ത് തയ്ക്കുമ്പോൾ ഒന്നും കാണാത്തത്. അതൊന്ന് ചേഞ്ച് ചെയ്യണം. ഇതിപ്പോൾ ഇത്രയ്ക്ക് ലൈറ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത ശേഷം 2 സൈഡ് നോക്കുക. കറക്റ്റ് ലെവലിലാണ് ഇരിക്കുന്നതെന്ന് 2 സൈഡും നമ്മൾ നോക്കുക. ഇല്ലെങ്കിൽ നമ്മളത് ശരിയാക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ചീത്തവശത്തേക്ക് തിരിക്കുക. അപ്പോൾ ഇവിടെ സ്റ്റിച്ചിങ് 2 ലൈനായിട്ട് സ്റ്റിച്ചിങ് കാണുന്നുണ്ട്. അതിൻ്റെ സെൻറ്ററിലായിട്ട് 2 സൈഡിൽ നിന്ന് ഉള്ളിലേക്ക് ഒരു 3/4 ഇഞ്ച് നീക്കി ഒരു പോയിൻ്റ് കൊടുക്കുക. അതിനുശേഷം ഈ സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്കും ഒരു വി പോലെ ഒന്ന് വരച്ചു കൊടുക്കുക ആ സ്റ്റിച്ചിൻ്റെ അടുത്തേക്ക്. അപ്പോൾ നമ്മൾ വി പോലെ വരയ്ക്കുന്നത് കറക്റ്റ് ആ സ്റ്റിച്ച് തീരുന്ന ഭാഗത്തായിരിക്കണം. അങ്ങനെ 2 സൈഡിൽ നമ്മൾ വി പോലെ വരച്ചു കൊടുക്കുക. അതിനുശേഷം ഒന്ന് തുണി മടക്കുക. ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ തുണി മടക്കിയിട്ട് സെൻറ്ററിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ആ സ്റ്റിച്ചിൻ്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ആ നേരത്തെ പോയിൻ്റ് ചെയ്ത ഭാഗത്തേക്കൊന്ന് കട്ട് ചെയ്യുക. അതിനുശേഷം നേരെ കട്ട് ചെയ്ത് പോകരുത്. അതിനുശേഷം ഈ വി പോലെ നമ്മൾ വരച്ചേക്കണം ആ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ സ്റ്റിച്ച് അവസാനിപ്പിച്ച ഭാഗത്തിൻ്റെ തൊട്ടടുത്തായിട്ട് വേണം കട്ട് ചെയ്ത് നിർത്താൻ. കൂടുതൽ പോകരുത് പുറത്തേക്ക്. നമ്മൾ എവിടെയാണ് സ്റ്റിച്ച് നിർത്തിയേക്കുന്നത് ആ ഭാഗത്തേക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പുറത്തെ വശവും കട്ട് ചെയ്യുക. നമ്മൾ നോക്കി കട്ട് ചെയ്യണം. കൂടുതൽ കട്ട് ചെയ്ത് പോകരുത്. കുറഞ്ഞു പോയാലും പ്രശ്നമാണ്. കറക്റ്റ് ആ സ്റ്റിച്ചിൻ്റെ തൊട്ടടുത്ത് വരെ വരണം. അതേപോലെ തന്നെ അതെവിടെയാണ് എൻഡ് ചെയ്യുന്നത് ആ ഭാഗത്ത്. അതിനുശേഷം നമ്മൾ തിരിക്കുക. തിരിച്ച ശേഷം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന 2 പീസും ഈ കട്ട് ചെയ്ത ഭാഗത്തിൻ്റെ ഉള്ളിൽ കൂടെ അടിയിലേക്ക് മറിച്ചെടുക്കുക. കറക്റ്റ് എല്ലാം തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത എല്ലാ തുണിയും തന്നെ നമ്മുടെ ചീത്തവശത്തേക്ക് വരുത്തണം.
അപ്പോൾ സൈഡിലുള്ള ആ പോർഷനൊക്കെ കറക്റ്റായിട്ട് ചീത്തവശത്തേക്ക് വരുത്തുക. നമ്മളിത് 2 പ്രാവശ്യം ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്കത് ശരിക്കും മനസ്സിലാകും. നല്ല ഫിനിഷിങ്ങായി വരെയും ചെയ്യും. ഇത് അത്ര പാടുള്ളതല്ല. നമ്മൾ ഇതിനേക്കാളും പാടുള്ള ഒരുപാട് പോക്കറ്റ് ഉണ്ട്. പക്ഷേ ഇത് ഞാൻ വളരെ സിമ്പിളായ ഒരു പോക്കറ്റാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കാരണം ഇത് ഇൻസീം ആയതുകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കുകയും ചെയ്യും. ഇപ്പോൾ കറക്റ്റായിട്ട് തന്നെ ചീത്തവശത്തേക്ക് പോയി. അത് കറക്റ്റ് നിവർത്തി വയ്ക്കുക. മുകളിലത്തെ ഭാഗവും താഴത്തെ ഭാഗവും കറക്റ്റ് നിവർത്തി വയ്ക്കുക. അതിനുശേഷം ഈ 2 ഭാഗം ഉണ്ടല്ലോ, ചെറിയ വീതി കുറഞ്ഞ 2 ഭാഗങ്ങളും നമ്മൾ ഉള്ളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളവിടെ വി പോലെ കട്ട് ചെയ്ത ഭാഗമാണ് അത്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ ഉള്ളിൽ നിന്ന് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒരു ഭാഗം ഒരു സൈഡ് എടുക്കുക. ആ സൈഡിൻ്റെ ഒരു ഭാഗം മാത്രം മുകളിലേക്ക് മടക്കുക. അപ്പോൾ താഴെയുള്ള സ്റ്റിച്ച് ചെയ്ത് നമ്മളുടെ പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത ഭാഗം മടക്കരുത്. ആ ഒരു മുകളിലത്തെ പോർഷൻ മാത്രം, ടോപ്പിൻ്റെ പോർഷൻ മാത്രം മുകളിലേക്ക് മടക്കുക. അപ്പോൾ നമ്മൾ ആ ഭാഗത്ത് വി പോലെ കട്ട് ചെയ്ത ആ ഒരു പീസ് കാണും. അത് നമ്മളവിടെ നേരെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണുമോയെന്നറിയില്ല. നമ്മൾ അങ്ങനെ മടക്കുമ്പോൾ കറക്റ്റ് ആ വി പോലെ കട്ട് ചെയ്ത ഭാഗം അവിടെ കാണാൻ പറ്റും. അത് കറക്റ്റ് ലെവലിലൊക്കെ വെച്ച്, കാരണം ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബാക്കി തുണികളൊക്കെ നല്ല ലെവലിൽ തന്നെ വരണം. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം ആ വി പോലെ വെട്ടിയ ആ പോർഷൻ മാത്രം, ആ ഭാഗം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണാൻ പറ്റാത്തതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടല്ലേ. ആ ഭാഗം മാത്രം മതി കേട്ടോ. വി പോലെ ഇരിക്കുന്ന ആ ഭാഗം മാത്രം മതി കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഒട്ടും കാണാതെ, ഒട്ടും തുണി കാണാതെ നല്ല ഫിനിഷിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അടുത്ത സൈഡ് നമ്മൾ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. അതേപോലെ തന്നെ തുണി ആ ടോപ്പിൻ്റെ ഭാഗം മാത്രം മുകളിലേക്ക് മറിക്കുക. അപ്പോൾ നമ്മളുടെ താഴെയുള്ള ആ പോർഷൻ്റെ ഭാഗം കാണാം. അതേപോലെ തന്നെ കറക്റ്റ് തുണി ശരിക്കും നിവർത്തി വെച്ച ശേഷം താഴെയുള്ള 2 പീസും കറക്റ്റായിട്ട് വെച്ച ശേഷം വേണം ആ വി പോലെ ഇരിക്കുന്ന കഷ്ണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ആ ഭാഗത്ത് മാത്രം സ്റ്റിച്ച് വരാൻ പാടുള്ളൂ. ബാക്കി ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് വരികയാണെങ്കിൽ നമ്മൾ അതൊരു ഭംഗിയാവില്ല. തിരിക്കുമ്പോൾ എവിടെയെങ്കിലും ഇങ്ങനെ കയറി പിടിച്ച മാതിരി ഇരിക്കും. അപ്പോൾ ആ ഭാഗത്ത് മാത്രമേ വരാൻ പാടുള്ളൂ. നമുക്ക് കാണാം. അപ്പോൾ ഉള്ളിലേക്കായിട്ട് നല്ല കറക്റ്റായിട്ട് തന്നെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് അടിഭാഗമാണ്. കറക്റ്റായിട്ട് നിവർത്തി വെച്ച ശേഷം നമ്മൾ പട്ട വെച്ച ഭാഗത്തിൻ്റെ അടിഭാഗത്ത് നേരെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ആ ഭാഗത്ത് മാത്രമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചുറ്റും വേണ്ട, ആ ഒരു നേരെ മാത്രം മതി. ആ പട്ടയുടെ അടിഭാഗത്തായിട്ട് പട്ട ശരിക്കും കറക്റ്റായിട്ട് നിവർന്നിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അത് കറക്റ്റായിട്ട് വെച്ച് ആ തുമ്പത്ത് കൂടി തന്നെ അടിച്ചു കൊടുക്കുക. ലൈറ്റ് ഭയങ്കര പ്രശ്നമാണല്ലേ. നമ്മൾ തുണി ഓപ്പോസിറ്റ് സൈഡിലേക്ക് മറിക്കുക. അതിനുശേഷം ഇത് 2 രീതിയിൽ നമ്മൾ പോക്കറ്റ് തയ്ച്ചെടുക്കാം. സാധാരണ നേരെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഇൻ്റർലോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിനേക്കാൾ നല്ലത് നമ്മൾ ഉള്ളിലേക്കാക്കി തയ്ക്കുന്നതാണ്. അപ്പോൾ സ്റ്റിച്ചൊന്നും കാണാത്ത നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സാധാരണ എടുക്കുന്നതിനും വിപരീത രീതിയിൽ തുണി മടക്കുക. അപ്പോൾ ഞാനിങ്ങനെ കാണിക്കുന്ന അതേപോലെ തന്നെ മടക്കിയെടുക്കാം. അപ്പോൾ മടക്കുമ്പോൾ കറക്റ്റ് രണ്ട് പീസിൻ്റെയും അടിഭാഗം ഒരുമിച്ചിരിക്കുന്ന രീതിയിൽ വേണം മടക്കിയെടുക്കാൻ. നമ്മൾ മുകളിൽ നിന്ന് തയ്ച്ച് തുടങ്ങരുത്, അടിഭാഗം കറക്റ്റ് ലെവലിലിരിക്കുന്ന രീതിയിൽ. അതേപോലെ തന്നെ അടുത്ത സൈഡും തുണി ഉള്ളിലേക്ക് വെച്ചിട്ട്
അതേപോലെ തന്നെ 1/4 ഇഞ്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. രണ്ടും ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം തുണി ഉള്ളിൽ നിന്ന് തിരിച്ചെടുക്കുക. ഓപ്പണായ വശത്ത് ഇതേപോലെ തന്നെ 2 ഭാഗത്തും കൈ ഇങ്ങനെ വെച്ചിട്ട് ഉള്ളിലേക്ക് അങ്ങോട്ട് തുണി മടക്കി കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ഉള്ളിലേക്ക് തുണി മടങ്ങി വന്നോളും. അതിനുശേഷം ആ തുമ്പത്ത് കൂടി ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ഉള്ളിൽ നിന്ന് നമ്മുടെ മുകൾ ഭാഗത്തേക്ക് കറക്റ്റ് തുണി അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റിച്ചൊക്കെ കറക്റ്റ് നിവർത്തി കൊടുക്കുക. അപ്പോൾ നല്ല കറക്റ്റ് ലെവലിൽ നമുക്ക് കിട്ടും. ഉൾഭാഗത്ത് കുറച്ച് കയറിയിരിക്കുന്നതായിട്ട് കാണാം. ഇതെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ കനമുള്ള എന്തെങ്കിലും ഇടുകയാണെങ്കിൽ തൂങ്ങി പോകാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ കുറച്ചൊരു പീസ് എടുക്കുന്നത്. അതിനുശേഷം മുകൾ ഭാഗത്ത് നിന്ന് സൈഡിൽ നിന്നുള്ള ആ ചെറിയ ഭാഗത്ത് നിന്ന് തുടങ്ങി ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക. അടിഭാഗത്തല്ല, നമ്മളിത് മുകൾ ഭാഗത്തേക്കാണ് അടിക്കുന്നത്. നമ്മൾ മാറിപ്പോകരുത്. അടിഭാഗത്ത് അടിച്ച് നമുക്ക് പോക്കറ്റിൽ കൈയിടാൻ പറ്റില്ല. അപ്പോൾ അടിക്കുമ്പോൾ സൂക്ഷിക്കണം, നമ്മൾ താഴെയുള്ള ആ പീസുമ്പോൾ സ്റ്റിച്ച് വരാൻ പാടില്ല. നോക്കിയിട്ട് വേണം അടിക്കാൻ. അപ്പോൾ ആ 3 ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ കറക്റ്റ് നമുക്ക് ഉള്ളിലേക്ക് ആക്കിയിട്ട് നല്ല ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. കാരണം ഇത് വളരെ എളുപ്പമാണ്. ഒരു 3 പീസ് ഉണ്ടെങ്കിൽ അത് 1-2 പ്രാവശ്യം ചെയ്തിടുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. Thank you.